ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഓവനൊന്നുമില്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് നല്ലൊരു ചോക്ലേറ്റ് ഹോട്ട് മിൽക്ക് കേക്ക് റെഡിയാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് ചേർക്കാം. എന്നിട്ടൊരു ബീറ്റർ വെച്ച് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് പകുതി ബീറ്റായി വരുമ്പോഴേക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്കിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം. ലാസ്റ്റായിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് അരിച്ച് ചേർക്കാം. അരിച്ച് ചേർത്തതിന് ശേഷം ഒരു സ്പാറ്റുല വെച്ച് നമുക്ക് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നല്ലപോലെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഹോട്ട് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടി മറ്റൊരു സോസ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോഴേക്ക് ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നല്ലപോലെ തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് നേരെ നമ്മുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും സ്പാറ്റുല വെച്ച് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ല ചൂട് പാല് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ തിക്കായിട്ടുള്ള ബാറ്റർ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്കിവിടെ കിട്ടും. ഇപ്പോൾ നമ്മുടെ കേക്ക് ടിന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ കേക്ക് ബാറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് വരഞ്ഞതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൂടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടിരുന്നു മീഡിയം ഫ്ലെയിമിൽ. ഇതിലേക്ക് നമുക്ക് സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കേക്ക് ടിന്ന് കൂടി വെച്ച് മൂടി വയ്ക്കാം. ഏകദേശം 35-40 മിനിറ്റിൽ നമ്മുടെ കേക്ക് ഇവിടെ ഫുള്ളായിട്ട് ബേക്കായി കിട്ടും. ഈ സമയത്തൊക്കെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. കറക്റ്റ് 40 മിനിറ്റിൽ തന്നെ നമ്മുടെ കേക്ക് ഇവിടെ ഫുള്ളായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു സ്ക്യൂറിൽ വെച്ച് നടുഭാഗത്തായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്കിത് ഫുൾ റെഡി ആയിട്ടുണ്ടെന്ന് അർത്ഥം. ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി നമ്മൾ ഇതേപോലെ മൂടി വെച്ചിരുന്നാൽ മതിയാകും. അപ്പോൾ ഫ്ലെയിമിൽ നിന്ന് എടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതേപോലെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. നല്ലപോലെ ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ കൂടി ഇതേപോലെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹോട്ട് മിൽക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഉപയോഗിച്ച് പലതരത്തിലുള്ള ചോക്ലേറ്റ് ക്രീം കേക്ക്സും റെഡിയാക്കി എടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് കേക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.